CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാവക്കാട് ബീച്ചിൽ വീണ്ടും ശക്തമായ വേലിയേറ്റം. ബ്ലാങ്ങാട് ബീച്ചിലും കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് പരിസരങ്ങളിലുമാണ് വേലിയേറ്റം മൂലം കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറിയത്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർക്ക് പരിക്കേറ്റു. ചങ്ങരംകുളം സ്വദേശികളായ കിഴുവപ്പാട്ട് അർഷാദ്, മങ്കടവിൽ നിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് കൊള്ളലാഭം ലഭിക്കുന്നതിനെ ഒത്താശ ചെയ്യുന്ന ദല്ലാളുമാരായി കേന്ദ്ര സർക്കാർ അധപതിച്ചുവെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. CPM കുന്നംകുളം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ ശക്തികേന്ദ്രമല്ലാതിരുന്ന കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ CPI ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വളർന്നുവരികയാണെന്ന് പാർട്ടി സംസ്ഥാന കൌൺസിൽ അംഗവും മുൻ കൃഷിവകുപ്പ് മന്ത്രിയുമായ VS സുനിൽകുമാർ CPI നേതൃത്വ ക്യാമ്പ് പഴഞ്ഞിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊന്നീർകുളം ഉപ്പുങ്ങൽ പാലായ്ക്കലിലെ കൈത്തോട്ടിൽ സാമൂഹിക വിരുദ്ധർ ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി വാഹനത്തിൽ കൊണ്ടുവന്നാണ് മാലിന്യം തള്ളിയത്. വാറ്റുചാരായവുമായി യുവാവ് അറസ്റ്റിൽ. എക്സൈസ് കുന്നംകുളം റേഞ്ച് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 4 ലിറ്റർ വാറ്റുചാരായവുമായി ചെമ്മണ്ണൂർ സ്വദേശി സുധീഷിനെ അറസ്റ്റ് ചെയ്തത്. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സിനിമ സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പോർക്കുളം അയ്യമ്പറമ്പ് പള്ളിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് മുകളിലേക്ക് മാവ് കടപുഴകി വീണു. വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കടവലൂർ പഞ്ചായത്തിൽ പാതയോരങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡുകളും ബാനറുകളും പഞ്ചായത്ത് അധികൃതർ നീക്കം ചെയ്തു. CPM മണലൂർ ഏരിയ സമ്മേളനം 21, 22, 23 തീയതികളിലായി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPM മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തെരുവോര ചിത്രരചന സംഘടിപ്പിച്ചു. പ്രതിഷേധങ്ങൾ കാറ്റിൽ പറത്തി കടവലൂർ പഞ്ചായത്തിലെ കോട്ടൂൽക്കുന്ന് മേഖലയിൽ 2 മണ്ണെടുപ്പ് തുടരുന്നു. ചെങ്കുത്തായ സ്ഥലങ്ങളിൽ ഖനനം നടത്തുന്നതിന് കോടതി വിലക്ക് നിലനിൽക്കുമ്പോഴാണ് കുന്നിന്റെ അന്ത്യം കുറിക്കുന്ന വിധത്തിൽ വലിയ തോതിൽ മണ്ണെടുപ്പ് നിർബാധം തുടരുന്നത്. വെൺമേനാട് MASM വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങുകൾ ഡിസംബർ 20, 21, 22 തീയതികളിൽ MASM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും തൃശൂർ ജില്ലാ സഞ്ചരിക്കുന്ന നേത്രവിഭാഗവും സംയുക്തമായി ദേശീയ അന്ധത കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടിയോടനുബന്ധിച്ച് നേത്ര ക്യാമ്പ് നടത്തി. കുന്നംകുളം സബ് രജിസ്ട്രാർ ഓഫീസിനു സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴഞ്ഞി അരുവായി പാടത്തിനു സമീപം റോഡരികിൽ പാഴ്പുല്ലുകൾ കാടുപിടിച്ചത് യാത്രക്കാരെ വലയ്ക്കുന്നു. പാഴ്പുല്ലുകൾ വെട്ടിമാറ്റാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ലോക അറബി ഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായി പഴവൂർ നജ്മുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ അറബി ഭാഷ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ജലജീവൻ പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് ജല അതോറിറ്റി പൊളിച്ച കടവലൂർ പഞ്ചായത്തിലെ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ പദ്ധതിയായി. മറ്റം ഇടവകയിലെ കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ കുടുംബസംഗമം നടത്തി. വൈദ്യുതി ചാർജ് കൊള്ളക്കെതിരെ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരകേന്ദ്രത്തിൽ പ്രതിഷേധ സംഗമവും പ്രതിഷേധ മാർച്ചും നടത്തി. ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ 145-ാം ജന്മദിനാഘോഷം നടന്നു. ചിറ്റഞ്ഞൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ പെരുന്നാളിനെ കൊടിയേറി. വികാരി ഫാദർ പുലിക്കോട്ടിൽ പത്രോസ് കത്തനാർ കൊടിയേറ്റം നിർവഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.